പെരുന്നാൾ ദിവസം ഉച്ചയായപ്പോൾ മമ്മി ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് നമ്മുടെ കാഷ്യൂ നട്ട്സൊക്കെ കുതിർത്തി ഇട്ടേക്കണേന്ന് ചൂടുവെള്ളത്തിൽ. അപ്പോൾ ഇതെന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്പാൻ ചിക്കനും കുബൂസും ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മമ്മി. അപ്പോൾ എത്ര പേർക്കൊക്കെയാണ് ഇങ്ങനെ പരിപാടി വരുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ പിമ്പിൾ വരുന്ന ആർക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെയാണ്. കറക്റ്റായിട്ട് പീരിയഡ്സ് ആവുകയും അതുപോലെ തന്നെ ഈ പിമ്പിൾ ആവുകയൊക്കെ കറക്റ്റായിട്ട് ഏതെങ്കിലും ഫംഗ്ഷൻ്റെ ദിവസം തന്നെ സെറ്റാവും. ഞാൻ ആദ്യം തന്നെ വെറും വയറ്റിലൊരു മഞ്ച് നട്ട്സ് കഴിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോഴത്തേക്കും മമ്മി ഇവിടെ ഏകദേശം ജപ്പാൻ ചിക്കൻ്റെ ഒരു ലാസ്റ്റ് പരിപാടിയൊക്കെ ഇതേ കാഷ്യൂ നട്ട് ഇങ്ങനെ കശുവണ്ടി ഇങ്ങനെ അരച്ച് അതിൻ്റെ പേസ്റ്റൊക്കെ ഇട്ട്, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് മമ്മി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാനെന്ന് പറയുന്നത്. ലാസ്റ്റ് പെപ്പറും സോൾട്ടും കൂടി ഇട്ട് അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ ജപ്പാൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മമ്മി കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ നേരത്തെ തന്നെ അതിൻ്റെ ബാറ്റർ അതിൻ്റെ ഡോ ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ സെറ്റായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ മമ്മി അത് ഇങ്ങനെ ഒരു ഷേപ്പിലെടുത്ത് പരത്തിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായി. പിന്നെ മമ്മി ഇത് ഫസ്റ്റ് ടൈം എന്നല്ല നേരത്തെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മമ്മിക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തൊന്നുമില്ല. എല്ലാം ഇങ്ങനെ വെറൈറ്റീസ് എപ്പോഴും ഇതിലൊക്കെയിട്ട് ഉണ്ടാക്കി തരാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം കഴിച്ചിട്ടുണ്ടെന്നാണ് ഉള്ള സത്യം. ഇതുവരെയായിട്ടൊന്നും കഴിക്കാതിരുന്നിട്ടില്ല. മമ്മി എല്ലാം ഉണ്ടാക്കുന്നതുകൊണ്ട് ഓരോ സമയത്ത് ഓരോരോ ട്രെൻഡ് ഇറങ്ങുമ്പോഴും മമ്മി അത് ഉണ്ടാക്കി തരാറുണ്ട്. അപ്പം ഇനി നമ്മുടെ കുബൂസൊക്കെ ഇവിടെ പരത്തി വെച്ച്, അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മമ്മി വെയിറ്റ് ചെയ്യണം എന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഇപ്പം എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വയറ് നിറച്ച് ഈ കുബൂസും ജപ്പാൻ ചിക്കനും കഴിക്കാമല്ലോ. പിന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്തും ഇങ്ങനെ ധൈര്യമായിട്ട് കഴിക്കാം. അതാണ് ഏറ്റവും കൂടുതൽ സമാധാനമുള്ള കാര്യം. കുബൂസൊക്കെ ഇവിടെ സെറ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജപ്പാൻ ചിക്കനൊക്കെ എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് തന്നെയാണ് സെർവ് ചെയ്യുന്നത്, കാരണം ആ കൊതി സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് കണ്ടിട്ട്. അപ്പം ഞാൻ അതേ കുബൂസൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയാണ്. നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ജപ്പാൻ ചിക്കൻ്റെ ഗ്രേവിയും ഈ കുബൂസും മാത്രം മതി കഴിക്കാൻ. ജപ്പാൻ ചിക്കൻ കഴിച്ചാണ് നേരത്തെ ഒരു വീഡിയോ കുബൂസ് നേരത്തെ കയറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. സോഫ്റ്റാണ്, മതിയാണ്, ചൂടാണ്, നല്ല ക്രീമി സോഫ്റ്റാണ്. കൊതി തന്നെ. അപ്പോൾ നല്ല ക്രീമി ജപ്പാൻ ചിക്കൻ്റെ റെസിപ്പി വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.